കെ സുരേന്ദ്രൻ തോറ്റു, ശോഭാ സുരേന്ദ്രൻ തോറ്റു. കേരളത്തിൽ ബി ജെ പിക്ക് നാണം കെട്ട തോൽവി എന്ന് ഞാൻ പറയില്ല. കാരണം ചാത്തന്നൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചിട്ടുണ്ട്. പക്ഷേ ബി ജെ പിക്ക് ഒരു 30 സീറ്റ് വരെ ജയിക്കാമെന്നുള്ള കണക്കുകൂട്ടലുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ 36 സീറ്റുകളിൽ വിജയസാധ്യതയുള്ള പാർട്ടി എന്ന നിലയിലുള്ള ഇമേജാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. ബി ജെ പി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ നിർണായക സ്വാധീനം ചെലുത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ബി ജെ പിക്ക് വലിയ തിരിച്ചടി. ബി ജെ പി പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് കിട്ടിയില്ല, ഹിന്ദു വോട്ടുകൾ കിട്ടിയില്ല. ഞാൻ അങ്ങനെ പറയും. അതിനകത്ത് വാസ്തവമുണ്ടോ? അത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കേരളത്തിലെ ബി ജെ പിയുടെ ഒരു നേതാവായ എൻ്റെ അടുത്ത സുഹൃത്താണ്, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ 2000 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ എത്തിയ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ കേരളത്തിലെ ചർച്ച് ക്രിസ്ത്യാനികൾ ബി ജെ പിയെ പുറങ്കാലിൽ തൊഴിച്ച് കളഞ്ഞു. അനൂപ് ആന്റണി ജയിച്ചില്ല, ഷോൺ ജയിച്ചില്ല, പി സി ജോർജ് ജയിച്ചില്ല. കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി വർത്തമാനം പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 മുഖങ്ങളെ ഉൾപ്പെടെ അവർ തോൽപ്പിച്ചു. പക്ഷേ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ ഏതെങ്കിലും ഹിന്ദുവിന് വേണ്ടി ഒരു 2 കിലോമീറ്റർ സഞ്ചരിക്കുമോ? 2000 കിലോമീറ്റർ അവർക്ക് ഛത്തീസ്ഗഡിൽ പോകാം. ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം കേരളത്തിൽ സമീപകാലത്തുണ്ടായ വിഷയങ്ങൾ നോക്കുക. കൃഷ്ണൻ്റെ പേരിൽ കുഴിമന്തി തിന്നുന്ന ഒരു വിവാദം ഉണ്ടായി. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി പ്ലാൻ ചെയ്ത്, അബദ്ധം ഒരു സ്ഥലത്തേ പറ്റുള്ളൂ, പല സ്ഥലങ്ങളിൽ ഇതുണ്ടായി. ഗുരുവായൂർ ഒരു അക്രമകാരി എന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ കയറി, പിന്നീട് മനോരോഗിയാണെന്ന് പോലീസ് പറഞ്ഞു. അവിടെ പ്രതികരിക്കാൻ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ബി ജെ പി നേതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമീപകാലത്ത് ഹിന്ദുക്കൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ബി ജെ പിയുടെ ഇടപെടൽ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇത് പലരും ഇന്ന് രാവിലെ മുതൽ ബി ജെ പിയുടെ നില പരിഗണിലാണ്, പ്രതീക്ഷിച്ച വിജയം കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ തൊട്ട് എനിക്ക് വരുന്ന ഫോൺ കോളുകളിലൂടെയും വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കുകയാണ്, ബി ജെ പിക്ക് ഹിന്ദുവിൻ്റെ വോട്ട് വേണ്ടേ? ബി ജെ പിയുടെ നേതൃത്വം കഴിഞ്ഞ കാലങ്ങളായി SNDP യോഗത്തിൻ്റെ, NSSൻ്റെ, വിശ്വകർമ്മജർ, KPMS അടക്കമുള്ള ഹിന്ദു സംഘടനകളുണ്ടല്ലോ, ഒരുപിടി സംഘടനകളുണ്ട്, ചെറുതും വലുതുമായ ഒരുപിടി ഹിന്ദു സംഘടനകൾ കേരളത്തിലുണ്ട്. ഈ ഹിന്ദു സംഘടനകളുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന പോലെ ഹിന്ദു സമുദായ സംഘടനകൾ അടുത്തേക്കൊരു റീച്ചിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇല്ലല്ലോ. സാർ പറയാൻ വരുന്നതാണ്. ഞാൻ എൻ്റെ അടുത്ത് ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിങ്ങളുടെ മുമ്പാവുകയാണ്. ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ടത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളല്ലാത്ത ഒരു മൈനോറിറ്റിയുടെ വോട്ട് മാത്രമേ മറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റികളിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിനെ കേറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസ് വോട്ടുകൾ ഉറപ്പിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യം ചോദിക്കണം. കേരളത്തിലെ മുഴുവൻ ബി ജെ പി പ്രവർത്തകരോടും ഈ ചോദ്യം ചോദിക്കണം. ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലൊരു ആവശ്യം വന്നാൽ എത്ര ബി ജെ പി പ്രവർത്തകർ അവിടെ ഓടിച്ചെല്ലും? നിങ്ങൾ പള്ളികളിൽ കേക്കുമായി ചെല്ലുമല്ലോ. നിങ്ങൾ എത്ര ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്? എത്ര സമുദായ നേതാക്കന്മാരെ പോയി കാണുന്നുണ്ട്? ഇങ്ങനെയില്ലാതെ, ഹിന്ദു വോട്ടുകളില്ലാതെ ബി ജെ പി എങ്ങനെ കേരളത്തിൽ വിജയം നേടും? തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ എക്സർസൈസുകൾ മുഴുവൻ പാഴായിരിക്കുന്നു. ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പണികളും പാഴായിരിക്കുന്നു. ഇനിയും നിങ്ങൾ കേക്കുമായി അരമന കയറാൻ പോകുമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ സാർ? സുനിൽ, ആദ്യം കേരളത്തിലെ ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്തുള്ള ഹിന്ദുക്കൾ മാത്രമേ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള സത്യമാണ്. പിന്നെ വേറൊന്ന്, ഇന്നാട്ടിലെ ബിഷപ്പുമാരും കർദിനാൾമാരും, എന്തിനേറെ പറയുന്ന പാതിരിയും കപ്പ്യാരും എല്ലാവരും ബി ജെ പിനെ വെറുപ്പോടുകൂടി കാണുന്നുള്ളൂ. അവർക്ക് വേണ്ടത് അവരുടെ കാര്യങ്ങൾ നടത്തി കിട്ടുക എന്നുള്ളതാണ്. അതൊരു ബിഷപ്പ് പറഞ്ഞില്ലേ, റബ്ബറിന് 350 രൂപ തന്നാൽ ഞങ്ങൾ 4 വോട്ട് തരാമെന്ന്. അന്ന് മനസ്സിലാക്കണമായിരുന്നു ഇവന്മാരെ കുരിശും പിടിപ്പിച്ച് പള്ളി കഫിനിലും ശവപ്പെട്ടിക്കകത്ത് പേടകത്തിനകത്ത് അടക്കം ചെയ്യേണ്ടതാണെന്ന്. എന്താവശ്യത്തിനാണ് ഇവർ പോയത്? ഇവർ ഛത്തീസ്ഗഡിൽ പോയത് എന്തിനാണ്? 2000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഛത്തീസ്ഗഡിലെ നിയമം ബ്രേക്ക് ചെയ്ത 2 കന്യകകളാണെന്ന് പറയുന്ന 2 സ്ത്രീകളെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി പോയതാണ്. അവർ ചെയ്ത ശുദ്ധ തെറ്റാണത്. അതുപോലെ FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിയമം മാറ്റിവെച്ചത് ഇവരെ പേടിച്ചിട്ടല്ലേ? എന്തിനാ ഇവർ ഇങ്ങനെ പോണേ? 1977 തൊട്ട് ഇത് പഠിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട് 1977
BJP ഗവൺമെൻറ് BJP അല്ല, ജനതാ പാർട്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. എന്തുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ വലിച്ചവർക്ക് താഴ്ത്തിട്ടത്? മതപരിവർത്തന നിരോധന ബിൽ അവതരിപ്പിച്ചത്, ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ, OP ത്യാഗി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര MLA അവതരിപ്പിച്ച ബില്ലിനെതിരായിട്ടാണ് ഇവരുടെ നാട് നീള ഭൂകമ്പം സൃഷ്ടിച്ചത്. പോപ്പിനെ കൊണ്ടുവരെ വിളിച്ച് പറയിപ്പിച്ചു. ഈ ബിഷപ്പുമാരും ഈ കർദിനാളന്മാരും ചെന്ന് പ്രധാനമന്ത്രിയോട് എന്താ പറഞ്ഞ, പോപ്പിനെ വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന്. അയാളെ ഇന്ത്യയിൽ കാലുകുത്താൻ സമ്മതിക്കരുത് ആ പോപ്പിന്. ഈ ബിഷപ്പുമാർ പഠിപ്പിക്കേണ്ട ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ച് സർട്ടിഫൈ ചെയ്ത ബൈബിൾ വേണം പഠിപ്പിക്കാൻ. ചൈനയിൽ അങ്ങനെയാണ്, അറിയോ? അവിടെ സൺഡേ മാസം കോൺഗ്രിഗേഷൻ ഒന്നുമില്ല, ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാണ്ട് അവർക്ക് ഒന്നും നടത്താൻ പറ്റൂല. അവർക്ക് അവിടെ ബൈബിളും മാത്രമല്ല, ഖുറാനും അതെ. അവിടുത്തെ ഖുറാനിലില്ല മറ്റേ ഖുറാൻ വിശ്വസിക്കാത്തവരെ കൊല്ലണമെന്ന്. കാരണം ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ചൈനീസ് ഗവൺമെന്റിന് അവരുടെ നിയമം അനുസരിച്ചിട്ടുള്ള ഖുറാൻ മാത്രമേ അവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ തേരാപ്പാര വാരി വാരി കൊടുക്കുകയാണ്. കോളേജ് ചോദിച്ചാൽ കോളേജ്, ആശുപത്രി ചോദിച്ചാൽ ആശുപത്രി. ഇത് മുഴുവൻ കഴുത്തറപ്പാണ് താനും. ഹിന്ദുക്കളെ സെലക്റ്റീവായിട്ട് അവർ ടാർഗറ്റ് ചെയ്യാനുണ്ട് ആശുപത്രികളിൽ ചെല്ലുന്ന. ഞാൻ ക്രിസ്ത്യൻ സഭയുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ സാർ, ഞാൻ പറയുന്നതല്ല. കേരളത്തിലെ BJP കഴിഞ്ഞ കുറച്ചു കാലമായി, BJPക്ക് ഹിന്ദു പാർട്ടി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഹിന്ദുക്കളെ വേണ്ടാതായിരിക്കുന്നു എന്നാണ് BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ പറയുന്നത്. ഹിന്ദുവിന്റെ ഒരു പ്രശ്നം വന്നാൽ BJP ഇടപെടത്തില്ല കേരളത്തിൽ. സുനിൽ, വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവരുടെ കാര്യം, ഈ അമ്പലങ്ങളിൽ മുഴുവൻ ഫിഡൽ കാസ്ട്രോനെയും ചെഗുവേരേനെയും മാവോ സേതുങ്ങിനെയും സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് പാടിയിട്ട് ഇവരെന്താ ആക്ഷൻ എടുത്തു? ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ ചെഗുവേരയുടെ ഫോട്ടോ ആണോ കാണിക്കുന്നത്? ആഭാസനല്ലേ ചെഗുവേര എന്ന് പറയണേ? കാസ്ട്രോ എന്ന് പറയുന്നത് ശുദ്ധ ആഭാസനല്ലേ? അവരുടെ ഫോട്ടോ ആണ് അമ്പലത്തിൽ പ്രദർശിപ്പിക്കേണ്ടത്. ക്ഷേത്ര സംരക്ഷണ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ കെയർ ഓഫിൽ. അവിടെ വിപ്ലവഗാനം മാത്രം പാടണം എന്ന് പറയണവനെ അടിച്ച് പുറത്തിറക്കണ്ടേ ക്ഷേത്രത്തിൽ നിന്ന്? 30% മേൽ കേരളത്തിലെ പോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ് ആസാം. ആസാമിലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞറിയോ? മിയാ മുസ്ലിങ്ങളെ ചവിട്ടി ഞാൻ പുറത്താക്കും, അവൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷ കയറിയാൽ 10 രൂപ നിങ്ങൾ കുറച്ചേ കൊടുക്കാവുള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മിയാ മുസ്ലിമിൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്ന ചിത്രം ഹിമന്ത ബിശ്വ ശർമ്മ പോസ്റ്റ് ചെയ്തു. വലിയ വിവാദമായിരുന്നു. അദ്ദേഹം അവിടെ ചെയ്ത് ഹിന്ദു ഏകീകരണമുണ്ടായി. ഈ പറയുന്ന ന്യൂനപക്ഷം ഒന്നും തൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യത്തില്ല എന്ന് ഉറപ്പിച്ച് ഹിമന്ത ബിശ്വ പണിയെടുത്തു. 100-നടുത്ത് സീറ്റുകൾ കിട്ടി. 100-നടുത്ത് സീറ്റുകൾ കിട്ടി, ഭരണത്തിൽ തുടരുന്നു. കേരളത്തിലോ? കേരളത്തിൽ ഹിന്ദുവിൻ്റെ വിഷയങ്ങൾ വന്നാൽ ഇപ്പോൾ ഏറ്റെടുക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പുതിയ നേതൃത്വം വന്നതിന് ശേഷം അഡ്വക്കേറ്റ് അനിൽ വിളയിലും അതിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് പ്രിയപ്പെട്ട കണ്ണൻ ചേട്ടനും അടക്കമുള്ള ഒരു പുതിയ നേതൃത്വം, നമ്മുടെ വിജി തമ്പി അധ്യക്ഷനായ ഒരു പുതിയ നേതൃത്വം വന്നതിന് ശേഷം വലിയ തോതിൽ ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയുള്ള പണി VHP എടുക്കുന്നുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ, നിലപാടെടുക്കുമ്പോൾ ഹിന്ദുവിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അനുഭാവപൂർവമായ നോട്ടം പോലും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങളല്ല, BJP വോട്ട് ചെയ്യുന്നവരാണ്. ഹിന്ദു വോട്ട് ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെ ജയിക്കും? ക്രിസ്ത്യൻ വോട്ടുകളിലെ 1% കിട്ടിയാൽ ജയിക്കാമെന്ന് പറയണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ 100% ഇവിടെ കിട്ടണം BJPക്ക്. ഹിന്ദു വോട്ടുകൾ കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ആലോചിക്കേണ്ടത് BJP ആണ്. അതല്ലാതെ ക്രിസ്ത്യാനികൾ ഇരിക്കാൻ പറയുമ്പോൾ, അല്ലെ മുസ്ലിങ്ങൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുക എന്നുള്ളതല്ല BJPയുടെ ധർമ്മം. ഒരു മുസ്ലിം ലീഗ് നേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സുനിൽ, ഞങ്ങളെ സ്വർണം കൊണ്ട് മൂടിയാലും ശരി ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. ഇതൊക്കെ എത്ര തവണ BJPക്കാരോട് പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവ, നിങ്ങൾ ഈ സാറി പറയുന്നത് പോലെ ഇത് സഭാ നേതൃത്വം മാത്രമല്ല, ക്രിസ്ത്യാനിയിലെ ഒരു ഗണ്യമായ വിഭാഗത്തിനോട് ഹിന്ദുവിനോട് കടുത്ത വിരോധമുണ്ട്. ഹിന്ദു പാർട്ടിയായ അവരങ്ങനെ കരുതുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഹിന്ദു നേതാവാണ്, അതുകൊണ്ട് കടുത്ത വിരോധമാണ്. ആ വിരോധം നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഹിന്ദു വോട്ടർമാരെ കേറ്റർ ചെയ്യാതെ എത്ര ഇലക്ഷൻ നിന്നാലും ജയിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അവർ പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. അവർ പറയണത് എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പ് എൻ്റെ ഒരു കത്തോലിക്ക സുഹൃത്തിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളെ കുഴിയിലിറക്കിയല്ലേ, BJPനെ കുഴിയിലിറക്കിയല്ലേ, ഇനി മൂടേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഞങ്ങളല്ല, അത് ഇവാഞ്ചലിസ്റ്റുകളാണ് ചെയ്തത്. ഞാൻ 6 മാസം മുമ്പ് BJP നേതൃത്വത്തെ അറിയിച്ചതാണ് ഇവാഞ്ചലിസ്റ്റുകളെന്ന്. എന്താ ഇവാഞ്ചലിസ്റ്റുകൾ? ഏത് ഇവാഞ്ചലിസ്റ്റുകൾ? അയാൾ വിരലുകൊണ്ട് കാണിച്ചു തരുമോ? കാണിച്ചു തരില്ല. ഈ കത്തോലിക്ക സഭയിലെയും ഈ മറ്റേ അനോഫിലിസ് ജൂലിയസ് തിരുമേനിയുടെ സഭയിലെയും എല്ലാത്തിലെയും ആൾക്കാർക്ക് സ്വന്തം കാര്യം കാണാനും സ്വന്തം സഭയിലെ കാര്യം
കാണാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മാത്രമേ അവർക്ക് പ്രധാനമന്ത്രിനെയും BJP-നെയും ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് ഹിന്ദുക്കളോട് ഭയങ്കര വെറുപ്പാണ്. അത് മനസ്സിലാക്കണം ഹിന്ദുക്കൾ. അത് മുസ്ലിങ്ങൾക്കും അതെ, അവർക്ക് ഉള്ളുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോട് ഭയങ്കര വെറുപ്പാണ്. ഇതിപ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് അത് എനിക്ക് മനസ്സിലാവും. അവരുടെ ഐഡിയോളജി ആയിട്ട്, അവരുടെ പ്രത്യയശാസ്ത്രമായിട്ട് ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റാത്ത ഒരു ഒരു സെക്റ്റാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അവർ എന്തുകൊണ്ടാണ് ഈ മതപരിവർത്തനത്തിൽ ഇത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അവരെന്തുകൊണ്ടാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഇഷ്ടംപോലെ പൈസ ഇന്ത്യയിലേക്ക് വരണം എന്ന് പറയുന്നത്? അവർക്ക് ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. BJP നേതൃത്വം തുറന്ന് പറയണം. അത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് വെച്ച് ഞങ്ങൾക്ക് മുസ്ലിങ്ങളോടോ ക്രിസ്ത്യാനികളോടോ. അത് മാത്രമല്ല സാർ, PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും അനൂപ് ആന്റണിയുടെയും പരാജയം മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്. ഏതെങ്കിലും ക്രിസ്ത്യാനി BJP പോയാൽ അവരും വെറുക്കപ്പെട്ടവരാണെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട്. അതാ മറ്റേ കാഞ്ഞിരപ്പള്ളി ബിഷപ്പോ അലവലാതി ഒരുത്തനുണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റിട്ട് 3 മണിക്ക് മറിയാമ്മ നഴ്സിനെയും പിന്നെ എന്താ കന്യാസ്ത്രീനെ വിളിച്ച് പഞ്ചാര അടിച്ചിട്ട് പറഞ്ഞു, എടി പോകുമ്പോൾ നീ മറ്റേ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ, മറ്റേ വേറെ ആർക്കും വോട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരാൾ പറഞ്ഞത്, പൂഞ്ഞാർ മണ്ഡലത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞത്, ഒരു ക്രൈസ്തവനാണ് പറഞ്ഞത്, ബിഷപ്പ് പണ്ട് ആ ബിഷപ്പ് പഠിക്കുന്ന കാലത്തെ KSUക്കാരനായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. എന്നിട്ട് അവിടെ പാർട്ടി ആഫീസ് പോലെയാണ് ബിഷപ്പിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്, കോൺഗ്രസിൻ്റെ പാർട്ടി ആഫീസ് പോലെ. അത് വലിയ പരാതി വന്നപ്പോൾ വലിയ തിരുമേനി വിളിച്ചു പറഞ്ഞു, അത് ശരിയല്ല കേട്ടോ, ഞാനെല്ലാം ഇത് ഒരു സമദൂരമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലെങ്കിലും പെരുമാറുന്നുണ്ട്, ഇയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ആ ബിഷപ്പിനെ വിളിച്ചിട്ട് വലിയ ബിഷപ്പ് പറഞ്ഞു എന്നൊരു കഥ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ BJP-കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഞങ്ങൾ ഒരു പോസ്റ്റ്മാൻ്റെ പണി ചെയ്യുകയാണ്. BJP നേതൃത്വം കണ്ണു തുറന്ന് കാണണം. ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ തേച്ചൊട്ടിച്ചു. നിങ്ങൾ 2000 കിലോമീറ്ററും 20,000 കിലോമീറ്ററും യാത്ര ചെയ്യും. തൊട്ടടുത്തുള്ള 2 കിലോമീറ്ററിന് അപ്പുറത്ത് വരെ പോകേണ്ട 200 മീറ്ററിന് അപ്പുറത്തുള്ള ഹിന്ദുവിൻ്റെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എവിടെയായിരിക്കും? ഈ നിതീഷ് രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. നിതിൻ രാജ് ഡെന്റൽ കോളേജിൽ. അത് ഒരു മുസ്ലിമിൻ്റെ കോളേജാണ്. അതെ, ആ കോളേജ് മുസ്ലിമിൻ്റെ ആണെന്നോ അതിൻ്റെ ഉടമസ്ഥൻ മുസ്ലിം ആണെന്നുള്ള വിവരം ഇന്ന് വരെ കേരളത്തിലെ മാധ്യമങ്ങളോ രാഷ്ട്രീയ ഇതിൽ കൂടുതൽ എന്തെന്നാ തെളിയിക്കാനുള്ളത്? എനിക്ക് വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, ദുഃഖത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ബാരൺ എന്ന് പറയുന്നത്, യഥാർത്ഥ ബിസിനസ് ബാരൺ എന്ന് പറയുന്ന രാജൻ പിള്ള, സുനിലിന് അറിയാം, ബ്രിട്ടാനിയ രാജൻ പിള്ള ഒരു ബഹുരാഷ്ട്ര കമ്പനീനെ ഇന്ത്യക്ക് വിലയ്ക്ക് മേടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽപ്പെട്ട ഒരു വ്യക്തി, അയാളുടെ ഗുണ്ടകളും വേറൊരു ബിസിനസ്സുകാരനും ചേർന്ന് കള്ളക്കേസിൽ കുടുക്കി തിഹാർ ജയിലിൽ കൊണ്ടിട്ട് തല്ലിക്കൊന്നു. എന്തെങ്കിലും അന്വേഷണം ഉണ്ടായോ ഇവിടെ? വേറെ ഒരു മതത്തിൽപ്പെട്ട ഒരാളെ തൊട്ട് നോക്കട്ടെ, ക്രൈസ്തവ മതത്തിലോ ഇസ്ലാം മതത്തിലോ പെട്ട ഒരാളെ തൊട്ട് നോക്കട്ടെ. എന്തിനു പറയണു, സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്നൊരു പത്രക്കാരനെ ഭീകരവാദ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു ഈ ലോകത്ത് മുഴുവനും ഇവിടെ ഉള്ള അവരുടെ ഇക്കോസിസ്റ്റം ഉപയോഗിച്ചിട്ട് അവർ എന്തൊക്കെയാണ് പറഞ്ഞു, ഇവിടെ പത്രസ്വാതന്ത്ര്യമില്ല, ആ സ്വാതന്ത്ര്യമില്ല, മതസ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് പരത്തിയില്ലേ? അവൻ ജേർണലിസ്റ്റ് അല്ല, അവൻ ഭീകരവാദിയാണ്, അവൻ ലഷ്കർ-ഇ-തയ്യബയുടെ ഏജന്റാണ് ഇന്ത്യയിലത്തെ. അതിന് പറ്റിയിട്ടും BJP നേതൃത്വം അതല്ല. ഇനിയിപ്പോൾ BJP-ക്കാർ പറയാൻ പോകുന്നത് ചാത്തന്നൂർ ജയിച്ചില്ലേ, മറ്റത് ജയിച്ചില്ലേ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ആട്ടാപ്പട്ടെല്ലാം തേഞ്ഞ് നിലത്ത് കിടപ്പാണ് BJP. ഇത് പറയണം. കാരണം ഞങ്ങളൊക്കെ ഈ BJP-ക്ക് വേണ്ടി വർത്തമാനം പറയുന്ന, BJP-ക്ക് കുറേ സീറ്റുകളെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിനുവേണ്ടി അവിശ്രമം പണിയെടുത്തിട്ടുണ്ട്. നിരന്തരം നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആശയപ്രചരണ രംഗത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ BJP-ക്കാരായതുകൊണ്ട്. ഞാൻ BJP-ക്കാരനല്ല, കുമാർ സാറും BJP-ക്കാരനല്ല. ഞങ്ങൾ ഭാരതീയ സംസ്കൃതിയോടും ഭാരതത്തോടും സ്നേഹമുള്ള, ഭാരതത്തെ മാതാവായി കാണുന്നവരാണ്, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് എന്ന് സംശയിക്കുന്ന ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ കേരളത്തിലുണ്ട്. ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാതെ, ഹിന്ദുക്കളുടെ വിശ്വാസം ആർജിക്കാതെ കേരളത്തിലെ BJP-ക്ക് ഒരിഞ്ചും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ മുതൽ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് വരെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇതിലും വലിയ പരാജയങ്ങൾ BJP-ക്ക് ഉണ്ടാവും. കാരണം ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
അത്ര അനുകൂലമായ കാലാവസ്ഥയുണ്ടായിരുന്നു, അത്ര അനുകൂലമായ ഒരു വിചാരം ബി ജെ പിക്ക് അനുകൂലമായി, ഒരു വിന്നബിലിറ്റി ഉള്ള പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം തച്ചു തകർത്തു. ബി ജെ പിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേൾക്കാൻ വേണ്ടി പറയാം, അദ്ദേഹം കേൾക്കുമെങ്കിൽ ഇപ്പോഴും ബി ജെ പിക്ക് കേരളത്തിലെ 140 മണ്ഡലങ്ങളെടുത്ത് 140 മണ്ഡലങ്ങളിലും ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ല എന്ന് കുറേ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാത്തൊരു പാർട്ടി എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും? കാരണം ബി ജെ പിയുടെ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ആളുകൾക്ക് പോലും പരാജയം സമ്മതിച്ചത് പരിശോധിക്കാതെ അവിടെ ജയിച്ചു ഇവിടെ ജയിച്ചു എന്ന് പറഞ്ഞ് മേനി നെടുക്കുകയാണെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ച് ആ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ജനങ്ങൾ ഇതിൻ്റെ പേര് മാറ്റും. ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പേര് മാറ്റി അവസാനം ഭാരതീയ ജോക്കർ പാർട്ടി എന്നുള്ള പേരിട്ട് കൊടുക്കും. ഈ കേരള രാഷ്ട്രീയത്തിലെ ജോക്കർമാരായിട്ട് നിലനിൽക്കും ബി ജെ പി എന്നും. അതങ്ങനെ ഉണ്ടാവല്ലേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറാണ്. നിങ്ങൾ ഹിന്ദുക്കളെ കാണണം, ഹിന്ദുക്കളെ സമീപിക്കണം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം, അതിന് ആവും വിധം പരിഹാരമുണ്ടാക്കണം. അതല്ലാതെ എപ്പോഴോ വെള്ള നൈറ്റ് ധരിക്കുന്ന ആളുകൾ വന്ന് നിങ്ങളെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള മിഥ്യാലോകത്ത് ജീവിക്കുന്ന ബി ജെ പി നേതാക്കന്മാരെക്കുറിച്ച് വീണ്ടും കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയൂ.